ഹായ്, നമ്മുടെ മൊബൈൽ ഫോണിൽ പലർക്കും അറിയാത്തൊരു ഓപ്ഷനെ കുറിച്ചാണ് പറയുന്നത്. അതിന്റെ തന്നെ 3 സെറ്റിംഗ്സുകൾ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ഇത് ഐഫോണിലും ഉണ്ട്, അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ഫോണിലും ഉള്ള ഓപ്ഷനാണ് ഇത്. അപ്പൊ നിങ്ങളുടെ ഫോണിൽ ഈ സെറ്റിംഗ്സ് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഞാൻ പറഞ്ഞിരുന്നത്. അതിനായി നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ആദ്യം ഒന്ന് വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്യുക. ഞാൻ ഇവിടെ ഐഫോണിലാണ് ആദ്യം കാണിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ പ്രൊഫൈൽ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഏതെങ്കിലും ഒരു ഫ്രണ്ടിന്റെ പ്രൊഫൈൽ എടുക്കുക. ഞാൻ ഇവിടെ ഒരു പ്രൊഫൈൽ എടുത്തിട്ടുണ്ട്. ആ പ്രൊഫൈലിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് നമുക്ക് മെസ്സേജ് അയക്കുന്ന ഭാഗം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കില്ല. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ ഞാനിവിടെ 3 സെറ്റിംഗ്സിൽ കാണിക്കുന്ന ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അവിടെ നമുക്ക് ഈ മെസ്സേജ് ടൈപ്പ് ചെയ്യുന്ന ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഞാൻ ജസ്റ്റ് ഒരു ഹായ് എന്ന് അയക്കുകയാണ്. ഹായ് എന്ന് ഞാൻ അയച്ചു. ഇനി നമുക്ക് എന്തെങ്കിലും ഒരു പോസ്റ്ററോ അല്ലെങ്കിൽ ഇമേജോ അയക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആ താഴെ കാണുന്ന പ്ലസ് ബട്ടൺ, ആ പ്ലസ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നേരെ ഗാലറിയിലേക്ക് പോകാൻ സാധിക്കും അല്ലേ. ആ ഗാലറിയിൽ നമുക്ക് എന്തെങ്കിലും പോസ്റ്ററുകളൊക്കെ നമുക്ക് ഇതേപോലെ ഇവിടെ സെലക്ട് ചെയ്ത് വെച്ച പോസ്റ്ററുകൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇവിടെ സെലക്ട് ചെയ്യുക. നേരെ കൊടുത്തു കഴിഞ്ഞാൽ എന്താവും, നമുക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കും. ഇവിടെ പോസ്റ്റർ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇവിടെ പറഞ്ഞുതരാൻ പോകുന്ന കാര്യം ആവുന്നില്ല. ഇത് അടിപൊളി ഓപ്ഷനാണ്. നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഈ മെസ്സേജ് ടൈപ്പ് ചെയ്യുന്ന അവിടെ ഒന്ന് ലോങ് പ്രസ് ചെയ്യാം. ആ മെസ്സേജ് ടൈപ്പ് ചെയ്യുന്ന ഭാഗം കണ്ടില്ലേ, അവിടെ ഒന്ന് ലോങ് പ്രസ് ചെയ്യാം. അങ്ങനെ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്, ഓട്ടോ ഫിൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഓപ്ഷനാണ്. ഈ ഓട്ടോ ഫിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കോൺടാക്ട്സ് കാണിക്കുന്നുണ്ട്, അതിന് തൊട്ടടുത്ത് പാസ്വേഡ്സ് കാണിക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു ഏരോ മാർക്ക് കാണുന്നില്ലേ, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് സ്കാൻ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം അല്ലേ, സ്കാൻ ടെക്സ്റ്റ്. അവിടെ ഒന്ന് സ്കാൻ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഇവിടെ കണ്ടില്ലേ താഴെ ഒരു സ്കാനർ വന്നിട്ടുണ്ട്. ഇപ്പൊ ഞാനിവിടെ എന്റെ കയ്യിൽ ഒരു മൈക്കിന്റെ ഒരു ബോക്സ് ഉണ്ട്. അതിന്റെ മേലുള്ള ആ ഒരു ഇമേജ് ഞാൻ സ്കാൻ ചെയ്യുന്ന സമയത്ത് ആ ടെക്സ്റ്റ് മാത്രം നമുക്ക് സ്കാൻ ചെയ്യാൻ പറ്റും. നമുക്ക് വളരെ യൂസ്ഫുൾ ആണ്. പ്രത്യേകിച്ച് ചില നോട്ടീസുകൾ കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്ത് വരുമ്പോൾ ഞാനൊരു നോട്ടീസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് ഞാൻ സ്കാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഇത് ഒന്നാമത്തെ സെറ്റിംഗ്സ് ആണ്. ഇനി 2 സെറ്റിംഗ്സ് കൂടി ഉണ്ട്. ഞാനിത് അവിടെ ഒരു പോസ്റ്റർ ഞാൻ സ്കാൻ ചെയ്യാണ്. ആ പോസ്റ്ററിലെ ഡീറ്റെയിൽസ് നമുക്ക് ജസ്റ്റ് ആ സ്കാനറിന് എടുത്ത് വെക്കുമ്പോഴേക്കും ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ടെക്സ്റ്റ് മാത്രം നമുക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കും. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഓപ്ഷനാണ്. ഇനി രണ്ടാമതായിട്ട് നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുകൂടി ഞാൻ അവിടെ ഒന്ന് ലോങ് പ്രസ് ചെയ്തു, ഓട്ടോ ടെക്സ്റ്റ് വന്നു. ഇവിടെ നമുക്ക് 2 ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. അതിൽ ഞാൻ കോൺടാക്ട് എടുത്തു. അപ്പൊ നമ്മളെ ഫ്രണ്ട്സിന്റെ ഒക്കെ കോൺടാക്ട്സ് നമുക്ക് ആർക്കെങ്കിലും അയച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ജസ്റ്റ് ആ കോൺടാക്ട്സ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പേരിന്റെ മേലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ കറക്റ്റ് ആയിട്ട് അവരുടെ കോൺടാക്ട് വരുന്നുണ്ട്. അതിന്റെ മേലെ ഒന്ന് പ്രസ് ചെയ്താൽ നേരെ ആ കോൺടാക്ട്സ് നമുക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കും. ഇനി അടുത്തതായിട്ട് ഓട്ടോഫില്ല് ക്ലിക്ക് ചെയ്യുക, നേരെ പാസ്വേഡ്സ് എടുക്കുക. ഇത് വളരെ വളരെ യൂസ്ഫുൾ ആണ്. ആ പാസ്വേഡ് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിന്റെ പിന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഫോണിൽ നമ്മൾ യൂസ് ചെയ്ത എല്ലാ സോഷ്യൽ മീഡിയ ആപ്സും ഇവിടെ കാണാൻ സാധിക്കും. പാസ്വേഡുകളൊക്കെ നഷ്ടപ്പെട്ടു പോയ ആളുകളൊക്കെ ആണെങ്കിൽ ഇത് വളരെ യൂസ്ഫുൾ ആണ്. ഇതിൽ ഞാൻ ഒരു ജിമെയിൽ അക്കൗണ്ട്, എന്റെ മറന്നുപോയ ഒരു ജിമെയിൽ അക്കൗണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഇവിടെ കണ്ടില്ലേ, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പാസ്വേഡ് നമുക്ക് കറക്റ്റ് ആയിട്ട് ഇവിടെ കാണാൻ സാധിക്കും. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഓപ്ഷനാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമന്റ് അറിയിക്കുക.